കേസിന്റെ ഗതി എന്താ? ഇപ്പം കേസിന്റെ ഗതി ഇന്നത്തെ 7 ദിവസമായി. 7 ദിവസമായിട്ടും നമുക്ക് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പരാതി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീധനത്തിൻ്റെ വിഷയമായി, പിന്നെ കുഞ്ഞിൻ്റെ മുടിയുടെ വിഷയമായി, കുഞ്ഞിൻ്റെ മുടി കുറഞ്ഞതിൻ്റെ പേരിൽ, കുഞ്ഞിൻ്റെ സ്ത്രീധനം കുറഞ്ഞതിൻ്റെ പേരിൽ കുഞ്ഞിനെ മാക്സിമം ഹറാസ്മെൻറ്റ് ചെയ്യുന്നതാണ്. കാര്യം ഇതിൻ്റെ ഈ സ്ത്രീൻ്റെ കുഞ്ഞിൻ്റെ കൊടുത്ത സ്വർണം കല്യാണത്തിൻ്റെ 3 ദിവസം മുന്നേ ഒരു തൂക്ക് നോക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വോയിസ് വരെ നമ്മുടെ കയ്യിലുണ്ട്, അത് പോലീസുകാർക്ക് കൈമാറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഫോണിൽ ഒരു ഫോൾഡറുണ്ട്, കുഞ്ഞ് ഇതെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൾഡറുണ്ട്, പോലീസുകാർ ഇതുവരെ അഴിച്ചിട്ടില്ല. അത് കൂടാത്ത രീതിയിലല്ല, നമ്മൾ ആദ്യം തന്നെ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പരാതി കൊടുത്തതിൻ്റെ റെസീപ്റ്റ് പോലും അവരുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ യാദൃശ്യമായി തെറ്റിയതായിരിക്കും. അതിനുശേഷം രണ്ടാമത് എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു. ഫോണിൽ മെസ്സേജ് വന്നതും പുന്നപ്പുറയെന്നാണ്. മൂന്നാമത് വന്ന മെസ്സേജിലും പുന്നപ്പുറയെന്നാണ് വന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് ആദ്യം തുടക്കത്തിൽ തന്നെ അവരുടെ ഭാഗം സംഭവിക്കുമ്പോൾ ആദർശമായി നമുക്കൊരു ഇന്നത്തേക്ക് 7 ദിവസം, കുഞ്ഞിൻ്റെ 7 നമ്മുടെ ഇന്ന് ഏഴാമത്തെ ചടങ്ങാണ്. അവരെ ചോദ്യം ചെയ്തിട്ടില്ല, അവരില്ല. അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം, രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ? രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ? ഇവിടെ പല ആളുകളെയും രാഷ്ട്രീയ സ്വാധീനം വെച്ച് വിളിക്കുന്നുണ്ട്. അവരുടെ ആരൊക്കെ ബന്ധുക്കളൊക്കെ പുതിയ രാഷ്ട്രീയക്കാരായിട്ടൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ ഈ കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഇത്ര സ്വർണം വേണം, ഇത്ര പണം വേണം, അങ്ങനെ ഒന്നും പറഞ്ഞില്ല? ഇല്ല, ഒന്നും പറഞ്ഞില്ല. പെണ്ണെ വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മൾ നിരന്തരം വീട്ടിൽ കയറി നമ്മളോട് പറഞ്ഞു അവസരം ഞങ്ങളെ സമ്മതിച്ചു. ഇത് ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് മാരേജ് അല്ല. നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞതിന് ശേഷം കുഞ്ഞിനൊരു കമ്മല്, ഒരു കാര്യം ഞങ്ങളെ വിട്ടുപോയ കാര്യം എന്ന് പറയുന്നത്, ഒരു കുഞ്ഞിൻ്റെ കമ്മല് പകുതി ഒടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ശക്തമായ അടിപൊളി കേൾക്കണം. പുതിയ കമ്മലാണ്, സ്വർണ്ണത്തിൻ്റെതാണ്. അപ്പോൾ അത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞ് ഞങ്ങളോട് ഈ വിവരമൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞ് മരിച്ച അന്നത്തെ ദിവസം അപ്പോൾ കുഞ്ഞ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അതിനുശേഷം കുഞ്ഞിനെ ബൈക്കിലാണ് ഇവൻ കൊണ്ടുവരുന്നത്. എന്നൊരു തീരുമാനം തീർച്ചയായും അവർക്ക്. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ സ്ത്രീധനത്തിൻ്റെ പേരിൽ കുഞ്ഞിനെ ഇപ്പോൾ സ്വർണം കുറഞ്ഞു പോയി. ഓരോ പെമ്പിള്ളേരെ കല്യാണ ഫോട്ടോ മൊബൈലിൽ കാണുമ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ പെമ്പിള്ളേരെ കെട്ടിച്ചിട്ടുണ്ട്. ആ സ്വർണം കിടക്കുന്ന കണ്ട ഇതാണല്ലോ ഇത് പറയുന്നതാണ്. സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞ് കുഞ്ഞിനെ മാക്സിമം ഹറാസ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം. കാരണം ഇവൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇവൻ ഒരു ലേഡീസും ഒരു പെണ്ണുമായിട്ടൊരു ചെറിയൊരു ബന്ധം ഉണ്ടായിരുന്നു. അത് കുഞ്ഞിറങ്ങി അന്ന് രാത്രിയിലാണ് കുഞ്ഞിനെ വിളിക്കിറങ്ങി നിർത്തുന്നത്. ഈ കല്യാണത്തിന് മുമ്പ് ഇവൻ വണ്ടിയിൽ പോകുമ്പോൾ ഒരു പെങ്കൊച്ചുമായിട്ട് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ കടയിലെ സ്റ്റാഫായിരുന്നെന്ന് പറഞ്ഞു, അവരെയും കൊണ്ട് പോയാണെന്ന് പറഞ്ഞു, ഇവൻ്റെ കടയാണെന്ന് പറഞ്ഞു. പിന്നെ ഇവൻ്റെ കടയിലെന്ന് അറിഞ്ഞപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വന്തം ബിസിനസ് ആണെന്നാണ്. സ്വന്തം ബിസിനസ് ആണ്. അതെ, ഉറപ്പാണ്, 100% ഉറപ്പാണ്. കല്യാണ പെണ്ണ് കാണാൻ വരുമ്പോൾ എനിക്ക് കടയിലെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം എന്നും പറഞ്ഞാണ് പെട്ടെന്ന് നിർത്തി പിടിച്ചു പോണത്, പെട്ടെന്ന് പോണത്. നമ്മൾ അതൊന്നും കൊണ്ടല്ല, നമ്മൾ നമ്മുടെ കുഞ്ഞിനെ അയക്കുമ്പോൾ വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. പിന്നെ കട എല്ലാം നിറഞ്ഞിട്ട് പോലും നമ്മൾ അവന് ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ കുഞ്ഞിനെ കെട്ടിച്ചു വിട്ടല്ലേ. ആ ഒരു രീതിയിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ, സാധാരണ നമ്മളൊരു വീട്ടിലേക്ക് വിടുമ്പോൾ ചെറിയ ചെറിയ സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളോട് പറഞ്ഞു. അത് സ്വാഭാവികമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി സ്പോട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ളതല്ല. അത് നമുക്കിപ്പോൾ എൻ്റെ പെങ്ങളാണെങ്കിൽ പോലും മറ്റൊരു പെണ്ണിന് അതൊരു ഇതായി മാറും. പക്ഷെ ഇത്രത്തോളം വിഷയമാണെന്ന് പറഞ്ഞാൽ ഈ മരിപ്പ് ദിവസം കുറച്ച് മുമ്പ് ഇവൻ പോയതിന് ശേഷമാണ് ഞങ്ങൾ ഉമ്മ ഹോസ്പിറ്റലിൽ പോകുന്നതിന് തൊട്ട് മുമ്പാണ് എൻ്റെ അടുത്ത് ഉമ്മയുടെ ഈ വിഷയങ്ങൾ വിശദമായി പറയുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞുമ്മയുടെ നോക്ക് കുറേ വോയിസ് വിശേഷം ഇവിടെ സുഹൃത്ത് ഒരു കൂട്ടുകാരിക്ക് കുറേ കാര്യങ്ങൾ കൂട്ടുകാരടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. കൂട്ടുകാരിയാണ് ഈ വോയിസ് മെസ്സേജ് ഞാൻ കിട്ടുവന്നിരിക്കുന്നത്. ഒരു പെരവാസ്തുവിൽ വീട്ടിൽ നിന്ന് അവരുടെ ഒരു ബന്ധുക്കാർ, തുച്ഛമായ ദിവസമല്ലോ അയാൾ എൻ്റെ കുഞ്ഞിനെ കെട്ടിച്ച് വിട്ടിട്ട്, അവരൊരു ബന്ധുക്കാർ ആ വിവാഹവേദിയിലേക്ക് ആ പെരവാസ്തുവിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ട് എഴുന്നേറ്റില്ല എൻ്റെ കുഞ്ഞ് എന്ന് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ മാക്സിമം അവിടെ വെച്ച് പറയാവുന്ന എന്തൊക്കെ പറയാണ്ടോ അതൊക്കെ ആഹാരം കഴിച്ച് എഴുന്നേൽക്കണമായിരുന്നു, അതൊക്കെ പറയുന്നു. അതൊക്കെ കണ്ടമാനം പറഞ്ഞു. അതിനുശേഷം കുഞ്ഞ് കരഞ്ഞ് അവിടെ വെച്ച്. ആ കരഞ്ഞതെ തുടർന്ന് കുഞ്ഞിനെ മാക്സിമം ഹറാസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ വോയിസ് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞിൻ്റെ സ്വർണം തൂക്കിച്ചത് ചെറുക്കൻ്റെ അപ്പിയുടെ മുള കൊണ്ടാണ്. ആ അപ്പിയുടെ മുള തന്നെ കൃത്യമായ വോയിസ് മെസ്സേജ് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് സ്വർണം തൂക്കിച്ച ഉമയിലെത്താണെന്ന്. പിന്നെ ഈ കായംകുളത്താണ് ഇവൻ്റെ പെങ്ങളെ കെട്ടിച്ചു വിട്ടത്. ആ പെണ്ണ് നിരന്തരം ഇവിടെ വരും, എന്നിട്ട് ഓരോ കാര്യങ്ങളും കുഞ്ഞിനോട് ചോദിക്കും. കുഞ്ഞിന് അത് സഹിക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അതേപോലെ വളർത്തിയ കുഞ്ഞാണ്. നമ്മളിങ്ങനൊന്നും കുഞ്ഞുങ്ങളോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇഷ്ടപ്പെടാം, അവർക്ക് എന്ത് വേണം, ഭക്ഷണം വരെ കുഞ്ഞിന് കൊടുക്കുന്നില്ല ആ കുഞ്ഞു പറയും. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ എന്തിക്കാ എനിക്ക് നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായിക്കാന്നാ പെരുന്നാളിൽ പറയും. നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി നമ്മളോട് പറയും. നമുക്ക് സഹിക്കാൻ പറ്റുമോ?
ഈ ശ്രീധരത്തിന്റെ പേരും പറയാൻ എന്റെ കുഞ്ഞിനെ നന്നായിട്ട് നടത്തിയിരിക്കും, എല്ലാവരെയും വിളിച്ച് ആൾക്കാരൊക്കെ വിളിച്ച് നല്ല കല്യാണം വരുന്നു, നമുക്ക് മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ, എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? അതിനോട്ട് 16 വയസ്സ് വ്യത്യാസമുണ്ട്. അതേപോലെ കൊണ്ടുകിടന്നത് നമ്മുടെ ഈ നാട്ടിൽ നടപ്പനുസരിച്ചാണോ ഈ 19ാമത്തെ വയസ്സിൽ കല്യാണം നിർബന്ധം പിടിച്ചത് കൊണ്ട് കെട്ടിച്ചു? നമ്മൾ അല്ലല്ല, അവർ നിർബന്ധത്തിന് പിടിച്ചുകൊണ്ടല്ല, നമ്മുടെ ഒരു കുഞ്ഞുമാടെ ഒരു നാത്തം കൊണ്ടുവന്ന ആലോചനയാണ്. ഇതൊരിക്കലും ചെറുക്കനെ കുറിച്ച് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത്. ശേഷം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ വണ്ടിയിൽ നിന്ന് വീടും പെണ്ണുമായിട്ട് വണ്ടിയിൽ നിന്ന് വീടും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എൻ്റെ കുഞ്ഞ് ഫോൺ ചെയ്തപ്പം ഒരു ദിവസം കൊണ്ട് ചെയ്തപ്പോൾ ഈ കടയിലെ സ്റ്റാഫ് എടുത്ത് അവനെ ഫോൺ കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതെങ്ങാണ്ട് ഈ കല്യാണത്തിന് ശേഷം അതിനെ കൊടുത്ത് അതിനെ തുടർന്ന് കൊച്ചെന്തോ ചോദിച്ചു, രാത്രിയിൽ അങ്ങനെ ഇറക്കി വരുന്നു പറയാം. അതിനുശേഷം കുഞ്ഞ് ബോധം കെട്ട് വീണ് കുഞ്ഞിനെ ഏതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ മന്ത്രവാദത്ത് കൊണ്ടുപോയിട്ടുണ്ട് കുഞ്ഞിനെ. അതിൻ്റെ വോയിസ് നമ്മുടെ ഉണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാൻ കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞ് ബദിനിയിലാണ് പഠിച്ചത്. ഇവിടങ്ങളിൽ നമ്മൾ നങ്കരകുളങ്ങര കുഞ്ഞിനെ പഠിക്കാൻ പറ്റുന്നു. അതേപോലെ വണ്ടി ഇവിടെ വരും, നമ്മൾ ഇവിടെ അവരവിടുന്ന് വണ്ടി +2 വരെ കുഞ്ഞ് പഠിച്ചിരിക്കുകയായിരുന്നു. ശ്രീധരൻ കൃത്യമായി വേണമെങ്കിൽ നമ്മളോട് പറയണമായിരുന്നു. നെടുമങ്ങാട് കുട്ടി മരണപ്പെട്ടതിന്റെ പിന്നില് ചാനലുകാരെല്ലാം അതിന്റെ പിന്നാലെ പോകുമ്പോൾ കല്യാണം കഴിച്ച് 39 ദിവസമാകുമ്പോൾ പെങ്ങൾ മരിക്കുകയാണ്. കാരണം വളരെ ആഘോഷത്തോടെ ഈ നാട്ടുകാരെ മൊത്തം വിളിച്ച് അവരൊന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് 11.5 ലക്ഷം രൂപയുടെ സ്വർണ്ണം അല്ലേ, ഈ സ്വർണ്ണത്തിന് വില കൂടി കിടക്കുന്ന സമയത്ത് 11.5 ലക്ഷം രൂപയുടെ സ്വർണം വരെ വാങ്ങിക്കൊടുത്ത് ആർഭാടമായിട്ട് കിട്ടിച്ചാണ്. അവൻ പറഞ്ഞത് അവന് സ്വന്തമായിട്ട് കടയുണ്ടെന്ന് പറഞ്ഞു. അവസാനം ആ കട അവന്റെ അല്ല, അവനവിടുത്തെ ജോലിക്കാരൻ മാത്രമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇവർ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവസാനം ഈ 39ാമത്തെ ദിവസം ഒരു കുട്ടി മരണപ്പെടുമ്പോൾ അതിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ അവരെ പോലീസ് ചോദ്യം ചെയ്യാതെ ഈ ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗതികേടാണ്. ശരിയായിട്ടും ആഭ്യന്തരമന്ത്രി 7ാം തീയതി സ്വീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ല വേണ്ടത്. അറിഞ്ഞ ദിവസം ഇത്രയും ദിവസം ഉണ്ടായി, 28ാം തീയതി നടന്ന മരണമാണ്. അടുത്ത ദിവസം ഹരിപ്പാടിന് വരേണ്ടതാണ്. അതേത് രാത്രിയായാലും പകലായാലും ഇവിടെ വന്ന് അവരെ കാണേണ്ടതാണ്. കാരണം അത്രയ്ക്കും ക്രൂരമായൊരു പ്രവർത്തനം നടന്നിരിക്കുന്നു. ഇതേപോലെയാണ് പോലീസ് അന്വേഷിക്കുന്നതെങ്കിൽ ഈ ഭരണകാലത്ത് തന്നെ നിരവധി മരണങ്ങളും സ്ത്രീധന പീഡനങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു പെങ്ങള് മരിച്ച ദുഃഖത്തിരിക്കുകയാണ്. പഠിക്കാൻ മിടുക്കിയായ കുട്ടിയായിരുന്നു. ഇവിടുത്തെ ഏറ്റവും നല്ല സ്കൂളാണ്, ഈ മധ്യതിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും നല്ല സ്കൂളാണ് നങ്ങിയാർകുളങ്ങര ബദനി സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ പോയി പഠിച്ച കുട്ടിയാണ്. +2 നല്ല മാർക്കോടെ എന്ന കുട്ടിയാണ്. 39 ദിവസങ്ങളിലേക്ക് നിങ്ങളോട് സംസാരിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ വിഷമമുണ്ട്. അവരെ മോളെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിരുന്നു ഇവർക്ക് അത്ര സന്തോഷം പോരാന്ന്? ചെറുതൻ നമുക്ക് സംസാരത്തിൽ എന്നെ വിളിക്കും. പെരുന്നാളിൻ്റെ തലേ ദിവസം എന്നെ വിളിക്കുമ്പോൾ ഒരു സംസാരത്തിൽ ഞാൻ ഇപ്പം എന്നെ വിളിച്ചു കുഞ്ഞു എന്നെ വിളിച്ച് ഞാൻ എന്താ മോളെന്ന് ചോദിച്ചു. ഒന്നും ഇരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മോളെ കാര്യം പറയാന്ന് പറഞ്ഞു. അത് ഒന്നും ഇരിക്കാൻ എൻ്റെ ഉമ്മാക്ക് എന്തെന്ന് ചോദിച്ചു. ഉമ്മ തുണി എടുക്കാൻ മുകളിലോട്ട് പോയിരിക്കാന്ന് പറഞ്ഞു. കാര്യം ആ സമയത്താണ് വിളിക്കുന്നത്. കുഞ്ഞിന് ഫോൺ ചെയ്യാൻ പോലുള്ള സ്വാതന്ത്ര്യം ഞങ്ങളോടൊന്നും മാത്രമല്ല, അവരുടെ ബന്ധുക്കാരോട് പോലും സംസാരിക്കാനുള്ള കുഞ്ഞിന് സ്വാതന്ത്ര്യമില്ല. ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു വലിയ പിഴവുണ്ടാകുക അവരുടെ വീട്ടുകാരെ കൃത്യമായിട്ട് അറിയാം. അത് അടിസ്ഥാനത്തിൽ അവരുടെ കുറ്റങ്ങൾ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് കൊണ്ട് ഈ ചെറുക്കൻ്റെ വാപ്പാടെ വീട്ടുകാരുമായിട്ട് ഒട്ടും സഹകരിപ്പിക്കത്തില്ല. അതുമാത്രമല്ല, ഈ പെണ്ണിൻ്റെ ഈ ചെറുക്കൻ്റെ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് വീട്ടുകാരോട് സംസാരിച്ചതിൻ്റെ പേരിലാണ് ഈ ചെറുക്കൻ്റെ ഉമ്മയുടെ ഒരു ബന്ധുവിനെ വിളിച്ച് വളരെയധികം മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ റെക്കോർഡ് നമ്മുടെ ഉണ്ട്. അവരെ വിളിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചും ഒരുപാട് കുറ്റം പറഞ്ഞും വഴക്ക് പറഞ്ഞു. ശ്രീധരൻ ആ കൊച്ചു അതിൻ്റെ ഇടയ്ക്കാണ് പറഞ്ഞ ഈ സ്വർണ്ണം തൂക്കി നോക്കുന്നുള്ളവർ. പിന്നെ സ്വർണത്തിന്റെ ലിസ്റ്റ് എഴുതിപ്പിച്ചത് എൻ്റെ അടുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഫോട്ടോ ഇട്ട് തരാം. നിങ്ങളുടെ ഉമ്മയ്ക്ക് നാദിയയുടെ സ്വർണ്ണം എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചതാ. ഇത് ഹക്കായിട്ടുള്ള കാര്യമാണ്. സന്ധ്യസമയത്ത് എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. ഓരോന്നും കൃത്യമായി എഴുതി തിട്ടപ്പെടുത്തി സ്വർണ്ണം തൂക്കി നോക്കി കാര്യങ്ങൾ കൃത്യമായി എഴുതിപ്പെടുത്തുന്നു. സ്വർണ്ണം വേണമെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ അവരെ കൊണ്ട് പ്രാപ്തി ഇല്ലെങ്കിൽ അവർ പറഞ്ഞാലും വേണ്ട, ഞങ്ങൾക്ക് ഈ കല്യാണം താല്പര്യമില്ല ഞങ്ങൾ എന്ന് പറഞ്ഞേനെ. ഒന്നും വേണ്ട, കുട്ടിയെ മാത്രം മതി എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി 11 ലക്ഷം രൂപ. അതുകൂടാതെ ഉമ്മാക്ക് നമ്മൾ വേറെ കൊടുത്തിട്ടുണ്ട്, അളിയന് കൊടുത്തിട്ടുണ്ട് അടുപ്പിച്ച്. പിന്നെ എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു മറ്റേ വേറൊരു മാലയുണ്ട്, അതും കനം കൂട്ടി കൊടുക്കണം, കമ്മലും ഞാത്തും വേറെ മാറി കൊടുക്കണം, അത് കൂടിയത് മേടിച്ചിട്ട് കൊടുക്കണം. 39 ദിവസം എന്ന് പറഞ്ഞാൽ 39 വർഷത്തെ പീഡനം ഞാൻ അനുഭവിച്ചിരിക്കുന്നതാണ്. ഒരു ഫ്രണ്ടിനോട് ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ആ കുട്ടി പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അങ്ങ് വീട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി എന്നിട്ടും കടിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയാണ് നമുക്ക് ഈ കരയുന്ന മെസ്സേജ് ഞാൻ കിട്ടുന്നത്. ഒരു കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത് ഈ ശ്രീധരന്റെ പേരിലും മുടി കുറഞ്ഞതിന്റെ പേരിലും. ഞങ്ങൾ എടുക്കുന്ന ഓരോ കേസുകളിലും ഓരോ അമ്മമാരും പറയും എന്റെ മോക്ക് സംഭവിച്ചു ഇനി ഒരു അമ്മയ്ക്ക് ഇങ്ങനെ കണ്ണീര് കുടിക്കരുത് പറയും. പക്ഷെ വീണ്ടും ഇത് തന്നെയാണ് ഉണ്ടാകുന്നത്. 7 ദിവസമായിട്ട് ഇന്ന് വരെ അവരെ വിളിച്ച് അവരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല.
അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അവരെവിടാന്ന് പോലും അറിയില്ല. ഉത്തരവാദിത്വമില്ലാത്ത അന്വേഷണവും ഒക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അച്ഛനും അമ്മയും എവിടെ പോയിരിക്കും? ഇപ്പൊ സ്റ്റേഷനിൽ പോയി. ഇവിടെ വന്ന് മൊഴിയെടുക്കേണ്ടതാണ്. ഇന്നലെ ഞങ്ങളുടെ വാപ്പ എന്താണെന്ന് അറിയാൻ വേണ്ടി സ്റ്റേഷനിൽ പോയി. അപ്പോൾ വാപ്പാടത്ത് പറഞ്ഞു, വാപ്പാടത്ത് പറയുന്ന നിങ്ങളുടെ മൊഴിയെല്ലാം എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഭവം നടന്നാൽ ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ അവർ ഈ സങ്കടക്കണ്ണീരിൽ ഇരിക്കുമ്പോ പോലീസുകാർ ഇവിടെ വന്ന് ഒരു മുറി അടച്ചിട്ട് അവരോട് സംസാരിച്ച് മൊഴിയെടുക്കണം. ഒരു വനിതാ പോലീസ് ഉൾപ്പെടെ വന്ന് സംസാരിച്ച് മൊഴിയെടുക്കേണ്ടതാണ്. ഇവരോടെല്ലാം മൊഴിയെടുക്കേണ്ടതാണ്, അയൽവക്കക്കാരോട് മൊഴി എടുക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഇവർക്കെന്ന് നീതി കിട്ടാനെന്നാണ്. 7-ാം തീയതി ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇവിടെ സ്വീകരണമുണ്ട്. ആ സമയത്ത് ജോലി കടന്നു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിലെ അനീതിക്കെതിരെ പോലും 7 ദിവസം 8 ദിവസം 10 ദിവസം കാത്തിരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി അവരെ കണ്ടില്ലെങ്കിൽ കൃത്യമായി അന്വേഷിച്ച് അവരെ കണ്ടുപിടിക്കേണ്ട ബാധ്യത പോലീസുകാർക്കുള്ളതല്ലേ? പിന്നെ തീർച്ചയായിട്ടും മൊഴിയെടുക്കാൻ അവന്റെ വീട്ടിൽ പോയി അവനില്ല എന്നുണ്ടെങ്കിൽ അവരവിടെ ഇല്ല എന്നെങ്കിൽ കൃത്യമായി അന്വേഷിച്ച് അവർ എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ട ബാധ്യത പോലീസുകാർക്കല്ലേ ഉള്ളത്. അവർക്ക് മുൻകൂർ ജാമ്യത്തിനും മറ്റു കാര്യങ്ങൾക്കും അപേക്ഷ വെക്കാനും അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുവാണ്. ഇതായത് കൃത്യമായ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ അല്ലേ ഷാനിമോൾ ഉസ്മാൻ, ഒരു വട്ടം എന്തോ റിലേഷൻ ഉണ്ടെന്ന് ഷാജില എന്ന് പറയും. അദ്ദേഹം നമ്മുടെ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെല്ലാം ഇവിടുത്തെ മുസ്ലിം ലീഗ് ആണെങ്കിലും ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ ആണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആണെങ്കിലും മുഴുവൻ ആളുകളും നമ്മൾ രാഷ്ട്രീയ ഭേദം ഇല്ലാത്ത രീതിയിൽ നമുക്ക് എല്ലാവരും സഹായിക്കുന്നു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് മുകളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ മുകളിൽ നിന്നല്ലേ ഈ അന്വേഷണം. ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞാൽ ഇപ്പം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ് ഇവിടുത്തെ. ഇത് ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ ആദ്യ സംഭവമാണ്. നമ്മൾ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുമല്ല. കൃത്യമായി പോലീസ് അതിൻ്റെതായ അടിസ്ഥാനത്തിൽ 7 ദിവസമായില്ലേ. മറ്റു വിഷയങ്ങൾ ഇപ്പൊ സ്വാധീനമുള്ള ആളുകളുടെ വീട്ടിലായിരുന്നെങ്കിൽ എപ്പോഴേ പ്രതിയെ പിടിച്ചേനെ. ഏതെങ്കിലും വലിയ രാഷ്ട്രീയക്കാരന്റെ വീട്ടിലായിരുന്നെങ്കിലും എപ്പോഴേ ഈ പ്രതി അറസ്റ്റ് ചെയ്തേനെ. ജാതിപരമായിട്ട് നിങ്ങൾ നേരത്തെ കൺവെർട്ട് ആയതുകൊണ്ട് ഞങ്ങളുടെ വാപ്പ 40 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അപ്പം കല്യാണത്തിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞു ഈ വാപ്പയുടെ ആളുകളൊക്കെ ഇന്നത് വിവാഹത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കരുതെന്ന് പറഞ്ഞു. അതൊന്നും ശരിയാകത്തില്ല. കാര്യം അവർ അതേപോലെ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടുള്ള ആളുകൾ ഞങ്ങൾ പങ്കെടുപ്പിച്ചു. പിന്നെ അവർ ബാക്കിയുള്ള പരിപാടിക്കൊന്നും ഇവിടെ കാണരുതെന്ന് പറഞ്ഞു. പറ്റും ഞങ്ങളത് ചെയ്ത്. കാര്യം അവരുടെ രക്തബന്ധമാണ്. അവർ പറയുകയാണെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നമ്മളത് പങ്കെടുപ്പിച്ചു. നമ്മളവരുമായിട്ടെല്ലാം നല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ അവരിവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്റെ വീടിന്റെ അകത്ത് ഇപ്പോഴും ഉണ്ട്. അവരിവിടെ എന്റെ പെരക്കാത്ത അവരിപ്പോഴും ഉണ്ട്. അതൊക്കെയാണ് വഴിയായി മാറിയത്. അതൊക്കെ ഒന്ന് അത് വഴി. രണ്ട് അത് കൂടാതെ ഈ സ്വർണത്തിന്റെ വിഷയമായി വിളിച്ചിടക്ക് പറയും ഇത് പോരാ, കമ്മല് വലുതാക്കണം, മറ്റേ നെക്ലസ് വലുതാക്കി കൊടുക്കണം. നമ്മളോട് പറയുന്നത് ഓക്കെ, നമ്മളോട് വിളിച്ച് പറയും നമ്മളത് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും ഇത്തരം ചെയ്തില്ല, ഇനി കടമാണെങ്കിലും മേടിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അവർ ആ പേരും പറഞ്ഞ് കുഞ്ഞിനെ കുത്തുക. ഈ മരണപ്പെട്ട ദിവസം അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. പെടുന്ന ദിവസം അവൻ വന്നിട്ട് ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും വൈകിട്ട് വന്ന് ആഹാരം കഴിച്ചത് ഇവിടെ നിന്നാണ് കഴിച്ചത്. 4-4 എന്റെ മോളിക്ക എന്റെ പെങ്ങളിക്കാന്ന് വിളിച്ചു. എഴുന്നേറ്റ് വന്നപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ പോകാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുക. നല്ല മഴയുണ്ടാകും. നമ്പർ മഴയില്ല നോക്കില്ല, ഇപ്പൊ പോകണ്ട, ഇന്ന് പോകണ്ട, ഇന്നിവിടെ നിൽക്കുക. ഒരു ആദ്യത്തെ പെരുന്നാളല്ലേ, കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ പെരുന്നാൾ. സാധാരണ ആദ്യത്തെ പെരുന്നാളിൽ നമ്മുടെ വൈഫ് ഹൗസിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഇപ്പൊ നിർബന്ധം പിടിച്ചുകൊണ്ട് 5000 രൂപ നമ്മൾ പെരുന്നാപ്പൊടിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെരുന്നാപ്പൊടിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊടുത്തവരുണ്ടായിരുന്നു. അവർ പറഞ്ഞില്ല, നമ്മൾ കൊടുത്തു. ഇവൻ അങ്ങോട്ട് മാറി നീ പൈസ മേടിച്ചിട്ട് ഇവൻ അങ്ങോട്ട് മാറി ഫോൺ ചെയ്തെന്ന് കണ്ടായിരുന്നു. ആ പൈസ ഇവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഇവൻ തൊട്ട് പോയിന്റ് പുറകെ ഞങ്ങൾക്ക് ഈ കുഞ്ഞി കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ അപ്പം ഞങ്ങൾ ഇവിടെ സമ്മാനിക്കുമ്പോൾ അപ്പം ഞങ്ങളോട് പറഞ്ഞ കുഞ്ഞിനൊരു ആശ്വാസം, ഇവന്റെ തലയെ കൊണ്ട് സത്യം ജയിച്ച് ഇങ്ങോട്ട് അവിടെ നടന്ന കാര്യങ്ങളൊന്നും വീട്ടിൽ പറയരുതെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ചോദിക്കില്ല, എന്നെ അവർ ഇപ്പം കള്ളിന്ന് തന്നെ വിളിക്കുന്നത്, ഇനി എന്നെ അവർ കളിയാക്കുമെന്ന് പറഞ്ഞു. ചോദിക്കാൻ പറ്റിയില്ല. അതായത് ഇവിടെ വന്നു, രണ്ടുപേരും ഇവിടെ വന്ന് ഇവിടെ സന്തോഷത്തോടെ ആഹാരമൊക്കെ കഴിച്ചു. ഇവിടെ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് 5000 രൂപ കൊടുത്തു. 5000 രൂപ കുറവായതുകൊണ്ട് പുള്ളിയോട് വെച്ചിട്ട് മോളോട് ചൂടായിട്ട് ഇറങ്ങാൻ പോവാം. ഇവിടെ വന്നിരുന്നു, ഞാൻ ഇവിടെ വന്നിരുന്നു ഈ കട്ടിലിരിക്കുക. അങ്ങനെ ഈ മുറിക്ക് ഇവിടെ ഒരു മുറിയുണ്ട്, ഈ മുറിക്ക് കട്ടിലിരിക്കുവാണ്. ഇരുന്നതിന് ശേഷമാണ് കുഞ്ഞിനിപ്പോൾ ഈ ഫോണിൽ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്തെന്നിപ്പോൾ ഇവിടെ വാങ്ങി പറയുന്നത്. അങ്ങനെ ഫോണിൽ സംസാരിച്ച് നേരെ അപ്പുറത്തോട്ട് പോകുമായിരുന്നു. ഈ പൈസയുടെ വിഷയം പറഞ്ഞപ്പോഴാണ് കുഞ്ഞ് അപ്പുറത്തോട്ട് പോകുന്നത്, ഈ പൈസ ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി. അപ്പുറത്ത് ചെന്നപ്പോൾ ഈ പൈസ ചിലപ്പോൾ കുഞ്ഞ് കണ്ടു കാണും. അങ്ങനെ 9 പ്രാവശ്യം അവനെ വിളിച്ചിട്ടുണ്ട്. അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ഔട്ട് ഗോയിങ് കോൾ മാത്രം. അവനെടുത്ത് കുറച്ച് ഒരു 10 സെക്കൻഡ് സംസാരിക്കും, കട്ട് ചെയ്യും. പിന്നെയും 10 സെക്കൻഡ് സംസാരിക്കും, കട്ട് ചെയ്യും. അങ്ങനെ അവസാനത്തെ കോൾ 1 മിനിറ്റ് 32 സെക്കൻഡുമാണ്. ലാസ്റ്റ് അവന്റെ കോളാണ് വന്നിരിക്കുന്നത്. ആ കോളിൽ എന്തോ കൃത്യമായ രീതിയിലുള്ള സംഭവിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിലേഷൻ എഴുന്നേറ്റില്ല. കുഞ്ഞിനെ അറിയില്ലല്ലോ. ഇപ്പോൾ ഈ തുച്ഛമായ ദിവസമല്ലോ ആയുള്ളൂ. കുഞ്ഞിനറിയില്ല ആരൊക്കെ ആ റിലേഷൻ എന്നുള്ള കാര്യം കുഞ്ഞിനറിയില്ല. കുഞ്ഞ് ആ വോയിസിൽ കൃത്യമായി പറയുന്നുണ്ട്, ഉമ്മ എന്നോട് പറഞ്ഞു തരണ്ടേ ഉമ്മ അല്ലേ എന്നോട് പറഞ്ഞു, മോളെ അത് അങ്ങനെ ചെയ്യല്ലേ മോളെ, ഇങ്ങനെയല്ലേ ഉമ്മ പറഞ്ഞു തരണ്ടേ എന്ന് കുഞ്ഞ് കൃത്യമായി പറയുന്നു. ഇനി സ്വർണത്തിന്റെ വിഷയം, ഈ റുമൈലത്ത് എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞതിന്റെ പേരിൽ നോക്കുന്ന വിവരങ്ങൾ പ്രതി, അതായത് റുമൈലത്ത് 1-ാം പ്രതി, ഞങ്ങളുടെ കുഞ്ഞിനെ ആത്മഹത്യക്ക് പ്രേരണമായ 1-ാം പ്രതി റുമൈലത്ത്, 2-ാം പ്രതി റുമൈലത്ത് അമ്മായിയമ്മ, 1-ാം പ്രതി നൗഫലാണ്, 2-ാം പ്രതി റുമൈലത്തിന്, 3-ാം പ്രതിയാണ് ഭീമ.
ഭീമ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരും. പെരുന്നാളിന് കൊടുത്ത പൈസ കുറഞ്ഞു പോയി, അവരുടെ കമ്മല് പുതിയത് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു, നെക്ലസ് വലുതാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ടും അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ കടം വാങ്ങിച്ചിട്ടായി അത് ചെയ്തു തരാം എന്ന് പറഞ്ഞതിന് ശേഷവും ആ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കാതെ 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ആ കുട്ടിയെ ഇത്രമാത്രം വേദനിപ്പിച്ച് 39ാമത്തെ ദിവസം മരണപ്പെടുക. മാതൃകാപരമായി ശിക്ഷിക്കപ്പെടേണ്ട കേസുകളാണ് ഇത്തരം കേസുകൾ എന്നാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.